ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഏദൻ ടി വിയുടെ ഈ ശാബ് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ ക്വാർട്ടറിലുടനീളം നമ്മൾ സങ്കീർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പാഠങ്ങളാണ് പഠിച്ചു വരുന്നത്. സങ്കീർത്തനങ്ങളുടെ ആമുഖം നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ, ഈ ക്വാർട്ടറിലെ പാഠം പഠിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ തലക്കെട്ട് വളരെ മനോഹരമായ ഒരു തലക്കെട്ടായിരുന്നു. ദൈവവും മനുഷ്യനും ഹൃദയവുമായി കണ്ടുമുട്ടുന്ന ഒരിടമാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനക്കാരൻ്റെ ഭാഷ വളരെ റൊമാൻറ്റിക്കായ, വളരെ കാൽപ്പനികമായ ഒരു ഭാഷയാണ്. പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംവദിക്കുന്നതും എത്ര ഹൃദ്യമായ, എത്ര മനോഹരമായ അടയാളപ്പെടുത്തലുകളായിട്ടാണ് സങ്കീർത്തനങ്ങളിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ചില സമയങ്ങളിൽ ദുഃഖത്തിലായിരിക്കുന്നത് നമുക്ക് അത് ആശ്വാസമാണ്, വേദനയിലായിരിക്കുന്നത് നമുക്ക് ആ വേദന മാറ്റുന്ന വചനമാണ്, പ്രയാസത്തിൽ ഭാരത്തിലായിരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്ന വാക്യങ്ങളാണ്. സന്തോഷത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാഹാത്മ്യം എത്ര മഹത്താണ് എന്ന് തിരിച്ചറിയുന്ന വചനങ്ങളാണ്. സംരക്ഷണം ആവശ്യമുള്ളപ്പോൾ, കരുതൽ ആവശ്യമുള്ളപ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയവുമായി കണ്ടുമുട്ടുന്ന ഒരിടമാണ് സങ്കീർത്തനങ്ങളെന്ന് ലേഖകൻ നമ്മോട് പറഞ്ഞു. നമ്മളതിൻ്റെ 3 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠം പഠിച്ച് അവസാനിച്ചപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പ്രാർത്ഥനയുടെ ഒരു മന്ത്രം പറഞ്ഞു തന്നുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ്റെ പാഠങ്ങളെ നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് 4-ാമത്തെ പാഠം, ദൈവം കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു എന്ന തലക്കെട്ടോടുകൂടി നമ്മൾ പഠിക്കുകയാണ്. ഈ നല്ല ശബത്ത് ദിവസത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള വേദഭാഗങ്ങൾ സങ്കീർത്തനങ്ങൾ 139 1 മുതൽ 18 വരെ, സങ്കീർത്തനങ്ങൾ 121, സങ്കീർത്തനങ്ങൾ 17 8, മത്തായി എഴുതിയ സുവിശേഷം 23 37, 1 കൊരിന്ത്യർ 10 1 മുതൽ 4 വരെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15 16 വാക്യങ്ങൾ തുടങ്ങിയവയെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പാഠം നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: ദൈവം കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 34:17 നമ്മുടെ മനപാഠവാക്യം. ഒരുപക്ഷെ നിരവധി പ്രാവശ്യം നമ്മൾ വായിക്കുകയും ആശ്വസിക്കുകയും ചെയ്തിട്ടുള്ള വാക്യം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സങ്കീർത്തനങ്ങൾ 34:17. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയവുമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ നമ്മുടെ ഹൃദയവുമായി ഇഴചേർക്കുന്ന കണ്ണി പ്രാർത്ഥനയാണ്. നമ്മുടെ നിലവിളികളാണ്, നമ്മുടെ അവൻ്റെ സന്നിധിയിലുള്ള യാചനകളാണ്. ആ യാചനകളെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് ഏതേതെല്ലാം കാഴ്ചപ്പാടുകളിലൂടെ പ്രാർത്ഥന എന്ന വാക്യത്തിനെ നമുക്ക് ഒരു ആശ്വാസ പദമായിട്ട് സ്വീകരിക്കാൻ കഴിയും. പ്രാർത്ഥന എന്തെല്ലാമാണ് അല്ലേ? നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. ഒരു പേപ്പർ എടുത്ത് പ്രാർത്ഥന നമുക്ക് എന്തെല്ലാമാണ് എന്ന് ഒന്ന് കുറിച്ച് വയ്ക്കൂ. ഒരു കടലാസ് കഷ്ണം എടുത്തതിൽ കുറിച്ച് വയ്ക്കൂ. പ്രാർത്ഥന എന്ന് തലക്കെട്ടിട്ട് പ്രാർത്ഥന നമുക്ക് എന്തെല്ലാമാണ്? പ്രാർത്ഥന നമുക്ക് ആശ്വാസമാണ്, പ്രാർത്ഥന നമുക്ക് സമാധാനമാണ്, പ്രാർത്ഥന നമുക്ക് സന്തോഷമാണ്, പ്രാർത്ഥന നമുക്ക് കരുതലാണ്, പ്രാർത്ഥന നമുക്ക് സംരക്ഷണമാണ്, അല്ലേ? കൃപയാണ്. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ എത്രയെത്ര പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചാലാണ് പ്രാർത്ഥനയെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുന്നത്. നോക്കൂ, നമ്മൾ വായിച്ച മനപ്പാഠവാക്യത്തിൽ സങ്കീർത്തനങ്ങൾ 34:17 സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു.
സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സമാനമായ ആശയം വരുന്ന, സമാനമായ പദങ്ങൾ വരുന്ന ഒരുപാട് വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് ചിലടത്ത് പറയുന്നുണ്ട്. അവൻ സകല പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് പറയുന്നുണ്ട്. നോക്കൂ, പ്രാർത്ഥന എന്നുള്ളത് ഒരു കണ്ണിയാണ്. ഇറ്റ്സ് എ ബോണ്ട്. ദൈവവുമായി നമ്മെ ഇഴചേർക്കുന്ന ഒരു കണ്ണി. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചു നിർത്തുന്ന ദൈവം തൻ്റെ ജനങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തുന്നതിൻ്റെ അടയാളങ്ങളായി സങ്കീർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന്, അതിന് ഏതെല്ലാം തലങ്ങളുണ്ട് എന്ന് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കും. ദൈവത്തിൻ്റെ സാമീപ്യത്തോടുള്ള നമ്മുടെ പ്രതികരണം ദൈവത്തിലെ വിശ്വാസത്തോടും ദൈവകൽപ്പനകളുടെ അനുസരണത്തോടും കൂടിയ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട്, വാസ്തവത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാണ് അല്ലേ? സങ്കീർത്തനം 145:18 അങ്ങനെ പറയുന്നു. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അല്ലാതെ മനുഷ്യൻ അവൻ്റെ സങ്കല്പത്തിൽ മെനഞ്ഞുണ്ടാക്കിയ കല്ലുകൊണ്ടോ തടി കൊണ്ടോ മരങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ലോഹങ്ങൾ കൊണ്ടോ സ്വർണം കൊണ്ടോ എന്ത് തരം വിലയേറിയ വസ്തുക്കൾ കൊണ്ടോ മനുഷ്യൻ അവൻ്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന രൂപങ്ങൾക്ക് ഒരിക്കലും ദൈവമാകാൻ കഴിയില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഹൃദയം അവനോട് സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥന ഒരു വലിയ താക്കോലാണ്. ആ താക്കോൽ നാം അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, നാം നമ്മെ തന്നെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആരാധനയോടെ നാം നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിൽ, അവൻ്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം കേൾക്കുകയും ദൈവം വിടുവിക്കുകയും ചെയ്യും. എന്താണ് ലേഖകൻ ഇന്ന് സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മർമ്മങ്ങളെന്ന് ഇന്നത്തെ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം. എല്ലാ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഞായറാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരാം. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എൻ്റെ അസ്ഥികൾ അങ്ങയ്ക്ക് മറവായിരുന്നില്ല. ആ തലക്കെട്ടിൽ തന്നെ വളരെ വലിയ ആശയം ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ? എൻ്റെ അസ്ഥികൾ നിനക്ക് മറവായിരുന്നില്ല എന്നാണ്. നമ്മൾ അസ്ഥിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിനെ തന്നെ നോക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പുറമെ ത്വക്കുണ്ട് അല്ലേ? ഏറ്റവും പുറമെ രോമമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ത്വക്കുണ്ട്, ത്വക്കിനുള്ളിൽ കൊഴുപ്പുണ്ട്, അതിനുള്ളിൽ മാംസമുണ്ട്, അതിൻ്റെയും ഉള്ളിൽ നിരവധി രക്തക്കൊഴലുകൾ പോകുന്നുണ്ട്. അതിൻ്റെയും ഉള്ളിലാണ് എന്തിരിക്കുന്നത്? അസ്ഥി ഇരിക്കുന്നത്. ആ അസ്ഥി പോലും ദൈവത്തിന് മറവായിരിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു ഭാഗമാണ് നമുക്കിന്ന് ഈ ദിവസത്തെ പാഠമായിട്ട് എടുക്കാനുള്ളത്. സങ്കീർത്തനങ്ങൾ 139 1 മുതൽ 18 വരെയുള്ള ഭാഗം വായിക്കുക എന്നാണ് ലേഖകൻ നമ്മോട് പറയുന്നത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറമായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും അത്ര വലിയത്. അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. തുടർന്നും 4-5 വാക്യങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ ഒരു പൂർണ്ണ സമർപ്പണം നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഒരു പൂർണ്ണമായ സമർപ്പണം ദാവീദിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. ആ ഭാഗങ്ങളെ 3ആയിട്ടാണ് നമ്മുടെ ലേഖകൻ പാഠം പഠിക്കാൻ നിൽക്കുന്ന ലേഖനം തിരിച്ചിട്ടുള്ളത്. ഒന്ന്, അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നന്മയെയും ചിത്രീകരിച്ചിരിക്കുന്നു. നോക്കൂ, അവൻ്റെ അത്ഭുതങ്ങൾ, അവൻ്റെ പ്രവൃത്തികൾ ആരും കണ്ടിട്ടില്ല, ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതല്ല, ആർക്കും അളക്കാൻ കഴിയുന്നതല്ല, ആർക്കും വിധിക്കാൻ കഴിയുന്നതല്ല, ആർക്കും നിർണയിക്കാൻ കഴിയുന്നതല്ല. മനുഷ്യൻ്റെ സങ്കല്പങ്ങളിൽ പോലും ഒരിക്കലും ദൈവം എന്താണ് ചിന്തിക്കുന്നത് എന്ന്, ദൈവം എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ഒരിക്കലും അവന് ആരായാൻ കഴിയില്ല. ഒരിക്കലും അവന് കഴിയില്ല. അതാണ് ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് അതിൻ്റെ 139 1-ാമത്തെ വാക്യം തന്നെ പറയും. നോക്കൂ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്താണ് എന്ന്, A to Z, ഞാൻ എന്താണ് എന്ന് എന്നെക്കുറിച്ച് ഏറ്റവും ഭംഗിയായി, ഏറ്റവും കൃത്യമായി, മുഴുവനായി, പൂർണ്ണമായി അറിയാവുന്നുള്ളത് നിനക്ക് മാത്രമാണ്. എനിക്ക് പോലും അറിയില്ല. ഞാനിങ്ങനെ എൻ്റെ ശരീരവും കൊണ്ട് നടക്കുന്നു. എൻ്റെ ശരീരത്തിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ചാൽ ഡോക്ടർമാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നാലും അതിൻ്റെ കൃത്യമായ വിധിയെഴുത്ത് നടത്തുന്നത് നമ്മുടെ ദൈവമാണ്. തൊട്ടടുത്ത വാക്യം നോക്കൂ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. 6 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെയാണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് നമ്മോട് പറയുന്നത്. അത് നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ പോക്കുവരവുകളാകട്ടെ, നമ്മുടെ പ്രവൃത്തികളാകട്ടെ, എന്തു തന്നെ ആയാലും ദൈവം അറിയാതെ ഒരു തരിമ്പ് പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അല്ല, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിനില്ല. എൻ്റെ മുമ്പും പിമ്പും നീ അടച്ചിരിക്കുന്നു, നിൻ്റെ വലങ്കൈ എനിക്ക് വെച്ചിരിക്കുന്നു. നോക്കൂ, ഈ പരിജ്ഞാനം, ഈ അറിവ്, ഈ തിരിച്ചറിവ് എനിക്ക് അത്യത്ഭുതകരമാകുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. എനിക്ക് അത്യത്ഭുതകരമാകുന്നു. എനിക്കത് സങ്കല്പിക്കാൻ കൂടെ കഴിയില്ല. 6-ാമത്തെ വാക്യം, പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജ്ഞാനത്തിനെയും പരിജ്ഞാനത്തിനെയും കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനിതിനു മുമ്പൊരു ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും ജ്ഞാനികളാണ്, അല്ലേ? നമ്മളെല്ലാവരും ജ്ഞാനികളാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഉടനെ നമ്മൾ പറയും ജ്ഞാനം എന്നാൽ അറിവ്. എന്തറിവ്? ലോകത്തിൽ പലതരത്തിലുള്ള അറിവുകളുണ്ട്. നമ്മളെല്ലാവരും അറിവുള്ളവരാണ്, നമ്മളെല്ലാവരും ജ്ഞാനികളാണ് എന്ന് പറയാൻ കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു മാജിക് ചെയ്തിട്ടുണ്ട്. ഒരു മാജിക്. സയൻസിൽ നമ്മളതിനെ സെൻസ് ഓർഗൻസ് എന്ന് പറയും. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്നത് സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജീവശാസ്ത്രത്തിൽ. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് ദൈവം സൃഷ്ടിച്ച മാജിക് എന്ന് പറയുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ഒരറിവും നമ്മുടെ തലച്ചോറിനകത്തോട്ട് പ്രവേശിക്കില്ല. നിങ്ങളൊന്ന് സംശയിച്ച് നോക്കുക, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. നമുക്കൊരു കാഴ്ച കാണണം, നമ്മുടെ കണ്ണ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിറങ്ങളെയും നിറമല്ലാത്തതിനെയും നിറമുള്ളതിനെയും
വസ്തുക്കളുടെ വലിപ്പവും വണ്ണവും ആളുകളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് എന്തിലൂടെയാണ്? കാഴ്ചയിലൂടെയാണ്. ചില ആളുകളുടെ ശബ്ദം കേട്ടാൽ മതി ആരാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, അല്ലേ? എത്രയോ പേർ നമ്മുടെ വീട്ടുകാർക്ക്, നമ്മൾ ദൂരെ നിന്നാൽ മതി, നമ്മളൊരു ശബ്ദം തിരിച്ച് വിളിക്കുന്നത് ഇന്ന ആളാണ് വിളിക്കുന്നത്, നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യും. ചെവി, മൂക്ക്, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന പദാർത്ഥങ്ങളുടെ ഗന്ധം, അത് സുഗന്ധമായിട്ടായാലും ദുർഗന്ധമായിട്ടായാലും എന്തായാലും നമ്മൾ കൃത്യമായി തിരിച്ചറിയും. നാക്ക്, നല്ല രീതിയിലുള്ള രുചി തിരിച്ചറിയും. നല്ല വാക്ക് പറയാനും നമുക്കറിയാം, നമ്മുടെ വാക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ത്വക്ക്, നമ്മുടെ ആരെങ്കിലും തൊട്ടാൽ നമ്മൾ തിരിച്ചറിയും. തൊട്ടിട്ട് നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നുണ്ടോ? എന്തിനൊരു കൊതുക് കടിച്ചാൽ പോലും നമ്മളതിനെ അന്നേരം അടിച്ച് കൊന്നിരിക്കും, നമ്മൾ കൃത്യമായി അറിയും. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് 5 ഇന്ദ്രിയങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആരാണ്? ജ്ഞാനികളാണ്. ഈ പുറമേ നിന്നുള്ള അറിവുകൾ, നമ്മുടെ ചുറ്റുപാടുകളെ തിരിച്ചറിയാനുള്ള വകതിരിവിനുള്ള ഒരു മനീഷ ബുദ്ധി ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മനീഷ ഉള്ളവനാണ് മനുഷ്യൻ, മനീഷ ഉള്ളവൻ ആരോ അവൻ മനുഷ്യൻ. ഇതിനെ അതുകൊണ്ടാണ് വകതിരിവ്, മനുഷ്യൻ നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളെയും തിരിച്ചറിയാനുള്ളൊരു കഴിവ് മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ, നമ്മൾ കേൾക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഗന്ധം അറിയുന്നുണ്ട് എങ്കിൽ, നമ്മൾ സ്പർശം അറിയുന്നുണ്ടെങ്കിൽ, നമ്മൾ രുചി അറിയുന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ജ്ഞാനികൾ ആണ്. ജ്ഞാനികൾ എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ എന്നല്ല. ഇനി ഈ ജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? അതാണ്, അവിടെയാണ് പരിജ്ഞാനം ഉണ്ടാകുന്നത്. ജ്ഞാനം നമ്മുടെ ചുറ്റുപാട്, എല്ലാ അറിവും നമ്മുടെ ചുറ്റുപാട് കിടപ്പുണ്ട്. അതിനെ കൃത്യമായ അളവിൽ, കൃത്യമായ സന്ദർഭത്തിൽ, വകതിരിവോടുകൂടെ, തിരിച്ചറിവോടുകൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആരാകും? പരിജ്ഞാനി. അതിന് പ്രത്യേകം പരിശീലനം ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഈ ജ്ഞാനം, ഇവിടെ ദാവീദ് പറയുന്നത് ഈ ജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു എന്നല്ല, പിന്നെന്താണ്? ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. കാരണം എന്താണ്? ദാവീദിനുണ്ടാകുന്നത് അറിവല്ല, ദാവീദിനുണ്ടാകുന്നത് തിരിച്ചറിവാണ്. എന്ത് തിരിച്ചറിവാണ്? ദൈവം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു, എൻ്റെ മുമ്പും പിമ്പും അവൻ ഉണ്ടായിരിക്കുന്നു എന്നറിയുന്നു. നീ മുഴുവനും അറിയാതെ ഒരു ശബ്ദം പോലും എൻ്റെ നാവിൽ മേലുണ്ടാകുന്നില്ല, എൻ്റെ തലയിലെ രോമം പോലും കൃത്യമായി എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. നമ്മുടെ നിരൂപണങ്ങളൊക്കെയും അവൻ അറിയുന്നു, നമ്മുടെ എല്ലാ വാക്കുകളും അവൻ അറിയുന്നു, അല്ലേ? യഹോവ പൂർണ്ണമായും ശോധന ചെയ്ത് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊരു അത്ഭുതകരമായ അറിവല്ലേ? ഇത് തിരിച്ചറിവുണ്ടായിരിക്കണം നമുക്ക്. എന്ത്? ദൈവം സകലവും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും, നമ്മുടെ പോക്കുവരവുകളും, നമ്മുടെ കാഴ്ചകളും, നമ്മുടെ വാക്കും എല്ലാം ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു തിരിച്ചറിവായിരിക്കണം. ദാവീദിന് അത് അത്ഭുതകരം ആയിരുന്നു. അതുകൊണ്ടാണ് 7-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്നത്, ആ പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ട്. അത് ദാവീദ് പറയുന്നത്, ഞാൻ എവിടെ പോയി ഒളിച്ചാലും ഒരു രക്ഷയില്ല. ദാവീദ് എന്താ പറയുന്നത്? നിൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് ഓടും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ പോയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ പോയാൽ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച്, എന്താണ്, ഇരുട്ടത്ത്, ആ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ പകൽ സമയത്ത്, എപ്പോഴായിരുന്നാലും ഞാൻ പറന്നു ചെന്ന് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ, ലോകത്തിൻ്റെ അവസാനം ഞാൻ കണ്ടെത്തി അവിടെ ചെന്ന് പാർത്താൽ പോലും നിൻ്റെ വലങ്കൈ എന്നെ പിടിക്കും. ഇനി ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, എനിക്ക് ചുറ്റും രാത്രി ആയിരിക്കട്ടെ, അപ്പോഴെന്നെ ആരും കാണില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചാലും, യഹോവേ, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും ഒരുപോലെ തന്നെ. പിന്നെന്താ പറയുക? നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ. അല്ല, 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നോക്കൂ, മനുഷ്യൻ എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയവൻ ആരാണ്? യഹോവയായ ദൈവമാണ്. അതുകൊണ്ടാണ് തലക്കെട്ട് പറഞ്ഞത്, എൻ്റെ അസ്ഥികൾ പോലും അങ്ങേക്ക് മറവായിരുന്നില്ല. നോക്കൂ, എൻ്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചാണ് പറയുന്നത്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എന്താ പറയുന്നത്? നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ്
ദൈവമേ അത് നിന്റെ പദ്ധതിയായിരുന്നു. ഇറ്റ് വാസ് യുവർ പ്ലാൻ. ദൈവമേ അങ്ങയുടെ പദ്ധതിയായിരുന്നു അത്. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. മനുഷ്യനറിഞ്ഞോ ലോകത്തിൽ എന്ത് സൃഷ്ടിയാണ് നടക്കാൻ പോകുന്നതെന്ന്? ഇല്ല, മനുഷ്യനറിഞ്ഞില്ല. നമുക്ക് സൃഷ്ടിയുടെ ആ ഒരു കാലഘട്ടം തന്നെ നമ്മൾ നോക്കിയാൽ ദൈവം പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും വാക്കുകൊണ്ടൊക്കെയും സൃഷ്ടിച്ച ശേഷം മനുഷ്യനെ നിർമ്മിക്കാൻ നിലത്തെ ചേറ് ഉരുട്ടിയെടുത്തപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാകണം എന്നതിനെപ്പറ്റി ദൈവം പദ്ധതിയിട്ടതുപോലെ ഇപ്പോഴും മനുഷ്യന് അജ്ഞേയമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മനുഷ്യനെ കണ്ടുപിടിക്കാനുള്ളത്. നോക്കൂ, ഈ ലോകത്തിൻ്റെ എത്ര സ്ഥലങ്ങൾ മനുഷ്യർക്കറിയാം? എത്ര സ്ഥലം അറിയാം? നമ്മൾ തന്നെ പോയിട്ടുള്ള ഇടങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിൽ ഒരു മനുഷ്യൻ ലോകത്തിലെ എല്ലാ സ്ഥലവും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ പോയി ഒളിച്ചിരുന്നാലും ശരി തന്നെ ദൈവമേ നീ എന്നെ അറിയുന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവം കരുതുന്നത്. അവൻ്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, അവയെ എണ്ണിയാൽ മണലിനേക്കാളധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. ഞാൻ ഉണരുമ്പോൾ ഞാൻ ഇനിയും നിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. അല്ലേ, വളരെ ദീർഘമായിട്ടുള്ള ഒരു വാക്യമാണ്. എങ്കിലും ദൈവം നമ്മെക്കുറിച്ച് സകലവും അറിയുന്നവനാണ്, നമ്മെ സംരക്ഷിക്കുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്. ഇസ്രായേലിനെ കരുതിയവനാണ് ദൈവം. എങ്ങനെയാണ് ഇസ്രായേലിനെ കരുതിയത്? നോക്കൂ, എങ്ങനെയാണ് ഇസ്രായേലിനെ ദൈവം കരുതിയത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ചരിത്രഭാഗമൊന്ന്, പുറപ്പാടിൻ്റെ ചരിത്രമൊന്ന് ആലോചിച്ച് നോക്കൂ. വാഗ്ദത്ത നാടായ കനാനിലേക്കുള്ള ഇസ്രായേൽ ജനതയുടെ പലായനത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് പകലും രാത്രിയും ഉണ്ടായിരുന്നോ? അവർക്ക് പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, രാത്രി അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. അവർക്ക് ഇരുളും വെളിച്ചവും എല്ലാം ഒരുപോലെ തന്നെ ആയിരുന്നു അവരുടെ ജീവിതയാത്രയിൽ. അവർക്ക് മധുരവും കയ്പും എല്ലാം അവർ സുന്ദരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവം പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ മനസ്സിൽ ചിന്തിച്ചത് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വിശപ്പുണ്ടായിരുന്നില്ല, ദാഹം ഉണ്ടായിരുന്നില്ല. അവരുടെ വസ്ത്രങ്ങൾ മാറ്റിയത് പോലും വേദപുസ്തകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര കാലമാണ് അവർ ആ പ്രയാണം നടത്തിയത്? അല്ല, എത്ര കാലമാണ്? 6 ലക്ഷം യോദ്ധാക്കളും അവരുടെ കുടുംബവും വരുന്ന ആ സമൂഹത്തിന്, വലിയ സമൂഹത്തിന് എത്ര ടൈലർമാരുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും വസ്ത്രം മാറ്റാൻ വേണ്ടിയിട്ട്? അവർക്കിടയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എത്ര കുക്കുണ്ടായിരുന്നു? ആലോചിച്ച് നോക്കൂ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദൈവത്തിൻ്റെ കരുതൽ അത്രത്തോളം ഘനവും സൂക്ഷ്മവുമായവയാണ് എന്ന്, അത് മനുഷ്യനെ എണ്ണിക്കൂടാതെ വണ്ണം അപ്രമേയവും അഗോചരവുമാണ് എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് 139 സങ്കീർത്തനത്തിൽ വിശദീകരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ സഹായങ്ങൾ, മനുഷ്യർക്ക് ചെയ്യുന്ന സഹായങ്ങൾക്ക് കൂടുതൽ കുറവുകൾ വരാം, അല്ലേ? ചിലർക്ക് ചിലരെ സഹായിക്കണമെന്നൊക്കെ ഉണ്ടാകാം, ചിലർ സഹായിക്കുകയും ചെയ്യും, പക്ഷെ അത് ആപ്റ്റായിരിക്കില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ അവനെ അനുവദിക്കുക എന്നുള്ളിടത്താണ് മനുഷ്യൻ്റെ കടമ മനുഷ്യൻ നിർവഹിക്കേണ്ടത്. ലെറ്റ് ഹിം ഡു. അവനെ അനുവദിക്കുക. അവനെ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവനെ മനസ്സിലാക്കണം. ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നന്മയെ മനസ്സിലാക്കണം, അവൻ്റെ മഹിമയെ മനസ്സിലാക്കണം, അതിൻ്റെ വലിപ്പം എത്രത്തോളം വലുതാണ് എന്ന് മനുഷ്യന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം എത്രയോ വലുതാണ് അവൻ്റെ ചിന്തകളെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലിൻ്റെ ആ കരുതലിൻ്റെ ഒരു വഴി എന്താണ് എന്ന്, അതിൻ്റെ ഡീപ്പ് റൂട്ട് ഏതുവരെ പോയിട്ടുണ്ട് എന്ന്, നമുക്ക് അതിൻ്റെ വേരുകൾ എത്രയാഴം പോയിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 139 ദൈവത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്. ലേഖകൻ നമുക്ക് ഈ പാഠം പഠിപ്പിക്കുമ്പോൾ ആദ്യമേ അത് തന്നെ തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമായിരിക്കണം. മനുഷ്യൻ ദൈവത്തിനെ മനസ്സിലാക്കണം, മനുഷ്യൻ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കണം, അത്രത്തോളം അനുഭവിച്ച് ദൈവം ആരാണെന്ന്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിനെന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ രുചിച്ചറിഞ്ഞവനായ ദാവീദ് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ അനുഭവം ദൈവം തൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ള അനുഭവം തൻ്റെ അനന്തര തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ് സങ്കീർത്തനങ്ങൾ 139. പ്രിയമുള്ളവർ, നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തെ നമുക്ക്
മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവുമായി ഒരു അടുത്ത ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിരുത്തി സങ്കീർത്തനങ്ങൾ 139 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ 3 ഖണ്ഡമായി ഇവിടെ വേർതിരിച്ച ലേഖനം നമുക്കത് പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിലും അതിനെ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതപാതയ്ക്ക് വെളിച്ചമാക്കി തീർക്കുവാൻ നാം ശ്രമിക്കണം. നമുക്ക് അടുത്ത ദിവസത്തെ പാഠത്തിലേക്ക്, തിങ്കളാഴ്ചത്തെ പാഠത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ തലക്കെട്ട് ദൈവ കരുതലിൻ്റെ ഉറപ്പ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുതൽ, അവൻ കരുതുന്നവനായ ദൈവമാണ്, അല്ലേ? നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. ആ കരുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ദാവീദിൻ്റെ അനുഭവങ്ങൾ പോലെ തന്നെ, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ്റെ അനുഭവങ്ങൾ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുതൽ അത്രത്തോളം വലുതായിരുന്നുവെന്ന് ചിന്തിക്കുക. ചില വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ 40:1 മുതൽ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു, യഹോവയിൽ ആശ്രയിക്കും. നോക്കൂ, അത്ര മനോഹരമായ അനുഭവമാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്. നമ്മളിത് പാട്ടായിട്ടൊക്കെ പാടുന്നുണ്ടല്ലേ. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ, അല്ലേ? നമ്മളിങ്ങനെ മനോഹരമായി കൈയടിച്ച് പാടി നമ്മളതിനെ ആശ്വസിക്കും. കാരണം എന്താണ്? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഒരുപക്ഷെ ദാവീദിൻ്റെ അനുഭവമായിട്ടാണ് ദാവീദ് പറയുന്നതെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും ഇത്തരത്തിലുള്ള വ്യക്തി അനുഭവങ്ങൾ നമ്മെ ഈ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, സംരക്ഷണം എത്ര വലുതായിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. സങ്കീർത്തനങ്ങൾ 50:15. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് നന്ദി പറഞ്ഞില്ല എങ്കിൽ അതിൽ പരം നന്ദികേട് വേറെ ഒന്നും ജീവിതത്തിലില്ല, അല്ലേ? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ ഒരു കൃത്യമായ സന്ദർഭത്തിൽ നമ്മളത് ആവശ്യമായി നമ്മുടെ ജീവിതത്തിൽ അത് വേണം എന്ന് നമുക്ക് അത്ര തീവ്രമായി നമ്മൾ തോന്നി നാം പ്രാർത്ഥിക്കുന്നതായ സന്ദർഭത്തിൽ അവൻ ഇടപെട്ടിരിക്കും. അനുഭവമാണ്. എന്താ പറഞ്ഞത്? കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു. അതിൻ്റെ സങ്കീർത്തനങ്ങൾ 55:22 വാക്യം നോക്കൂ. 55:22 വാക്യം. അവിടെ എന്താ പറയുന്നത്? നമുക്ക് മറ്റൊരു ആശ്വാസം, ഒരു വാഗ്ദത്തം നൽകുകയാണ്. സങ്കീർത്തനങ്ങൾ 55:22 എന്താ? നിന്റെ ഭാരം യഹോവയിങ്കൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തിടും ദിനവും. അത് നമ്മൾ മനോഹരമായ പാട്ടാക്കിയിട്ടുണ്ട്. നിന്റെ ഭാരം യഹോവയിങ്കൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. കാരണം എന്താണ്? നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മളതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത് ഇയ്യോബിൻ്റെ ചരിത്രമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് വിരസതയൊന്നും തോന്നരുത്. കഴിഞ്ഞ പാഠത്തിൻ്റെ അവസാനം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അല്ലേ? കഴിഞ്ഞ പാഠത്തിൻ്റെ അവസാനം ആ ചോദ്യം ഞാൻ അന്നേരം ചോദിച്ചില്ല. ആ ചോദ്യം ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്. ദൈവത്തിന് സകല രഹസ്യങ്ങളും അറിയാമെന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. അത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടോ? വേദപുസ്തകം പറയുന്നത്, നീ നിൻ്റെ രഹസ്യ പാപങ്ങളും നിൻ്റെ പരസ്യ പാപങ്ങളും, അറിഞ്ഞും അറിയാതെയും ഒക്കെ നീ ചെയ്യുന്ന നിൻ്റെ പാപങ്ങൾ ഒക്കെയും എടുത്തുകൊണ്ട് നിൻ്റെ ആലയത്തിൻ്റെ വാതിലിനകത്ത് കടന്ന് അത് പൂട്ടി സ്വർഗത്തിലെ ദൈവത്തെ നോക്കി നീ അവൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി അത് സമർപ്പിക്കുക.
ശുദ്ധീകരണം വേണ്ടേ? പാപമോചനം വേണ്ടേ? നിന്നെ വല്ലാതെ അലട്ടുന്ന നിന്റെ ഭാരം നീ എന്ത് ചെയ്യുക? യഹോവയെങ്കിൽ വെച്ചുകൊള്ളുക. ചിലർക്ക് അത് കടഭാരമായിരിക്കാം, ജോലി ഭാരമായിരിക്കാം, ജോലി കിട്ടിയില്ല എന്നുള്ള ഭാരമായിരിക്കാം, സങ്കടമായിരിക്കാം, രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, എന്തു തന്നെ ആയിരുന്നാലും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രം. തൊട്ടടുത്ത വാക്യം മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങൾ 121 അല്ലേ? നമുക്കെല്ലാവർക്കും കാണാതെ അറിയാമെന്നുള്ളൊരു 7 വാക്യം സങ്കീർത്തനങ്ങൾ 121 ഉണ്ട്. എന്തൊക്കെയാണത്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഒരു പക്ഷേ വേദപുസ്തകം കാണാതെ, ചില കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന വാക്യങ്ങളിൽ ചിലതാണ്. ഒന്ന് സങ്കീർത്തനങ്ങൾ 23, പിന്നെ ഒന്ന് 91 സങ്കീർത്തനം, 1 സങ്കീർത്തനം. അതുപോലെ വളരെ പ്രാധാന്യമുള്ള പ്രശസ്തമായ ഒരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 121. നമ്മൾ തൊട്ടുമുമ്പിൽ വായിച്ച സങ്കീർത്തനങ്ങൾ 55-ന്റെ 22 വാക്യം സങ്കീർത്തനങ്ങൾ 121 ഒരു ബേസ്മെൻ്റാണ്, ഒരു ആധാരശിലയാണ്. എന്താണ്? നിന്റെ ഭാരം നീ എന്ത് ചെയ്യുക? യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അങ്ങനെ നമ്മുടെ ഭാരം നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വയ്ക്കുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് 121 സങ്കീർത്തനത്തിൽ നമ്മോട് ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ അനുഭവം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നോക്കൂ, ആ വാക്യത്തിൻ്റെ ഒരു ഗാംഭീര്യമുണ്ട്. അതിനകത്ത് സർവ്വതും അടങ്ങിയിരിപ്പുണ്ട്. ആ വാക്യത്തിനുള്ളിൽ എനിക്ക് സഹായം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നൊരു മനുഷ്യൻ അവൻ്റെ നാവ് കൊണ്ട് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലമായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, കേവലമായൊരു പ്രസ്താവനയല്ല, പിന്നെയോ അതൊരു പ്രഖ്യാപനമാണ്. സങ്കീർത്തനങ്ങൾ 91 അതിൻ്റെ 1 വാക്യം: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അത് വെറുമൊരു വാക്കല്ല, വെറുമൊരു വാക്യമല്ല, അതൊരു പ്രസ്താവനയാണ്, അനുഭവത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. സങ്കീർത്തനങ്ങൾ 23 അതിൻ്റെ 1 വാക്യം പറയൂ. എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതൊരു പ്രസ്താവനയാണ്, അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. കാരണം എന്താണ്? സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയവൻ യഹോവയാകുന്നു. സങ്കീർത്തനങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു അവകാശി ഈ പ്രപഞ്ചത്തിന്, ഭൂമിക്ക്, അതിൻ്റെ പൂർണ്ണതയ്ക്ക്, ഭൂതലത്തിന്, അതിൻ്റെ നിവാസികൾക്ക് അങ്ങനെ ഒരു അവകാശി ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അവകാശം ആരോടാണ് ചോദിക്കേണ്ടത്? അതിൻ്റെ ഉടമസ്ഥനോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു ഉടമസ്ഥനുണ്ട് എങ്കിൽ ആ ഉടമസ്ഥനോടാണ് ചോദിക്കേണ്ടത്. ആ ഉടമസ്ഥൻ ആരാണ്? യഹോവയായ ദൈവമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സഹായം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലത്തിൻ്റെയും അതിൻ്റെ നിവാസികളുടെയും ഉടമസ്ഥനായ, സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായ, ആകാശവും ഭൂമിയും സമുദ്രവും അതിലെ നീരുറവുകളും ഉണ്ടാക്കിയവനായ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അതാണ് അന്ത്യകാല ദൂതിലെ 1 ദൂതൻ്റെ ദൂത്. നാം ദൈവത്തിൽ ആശ്രയിക്കുക. 5 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി, 5 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മോട് ഈ ദിവസത്തെ പാഠം ചർച്ച ചെയ്യുന്നുണ്ട്. 1 സങ്കീർത്തനങ്ങൾ 121-ന്റെ 3. എന്താണ്? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. 2 ഉറങ്ങുകയും മയങ്ങുകയും ചെയ്യാത്ത പരിപാലകൻ. 121-ന്റെ 3-4 വാക്യങ്ങൾ. 121-ന്റെ 5-6 വാക്യങ്ങൾ: അവൻ നിനക്ക് തണൽ, യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല.
121:5 അവൻ നിൻ്റെ വലതു ഭാഗത്ത് ഉണ്ട്, നീ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. 121:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന സംരക്ഷണം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും നിൻ്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമുക്ക് സങ്കീർത്തനങ്ങൾ 139 നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് മഹാരാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഞാൻ എവിടെ പോയി ഒളിക്കും? ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ. സമുദ്രത്തിൻ്റെ അറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ കടൽ അല്ലേ, ദൂരെ ചക്രവാളം നമുക്ക് കാണാൻ പറ്റും, അതൊരു അതിരായിട്ട് നമ്മൾ കാണും. പക്ഷേ പോകെ 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 കടൽ ദീർഘമായിട്ട് മറ്റൊരു മറുകര എത്തുവോളം ദീർഘമായിക്കൊണ്ടേയിരിക്കും കടൽ. അവിടെ ചെന്ന് ആരും കാണാത്ത ദേശത്ത് ഇരുട്ടത്ത് പോയി ഒളിച്ചു പാർത്താലും അവൻ നമുക്ക് പരിപാലകനായിരിക്കും. അത് പകലായാലും രാത്രിയായാലും. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി. യഹോവ നിൻ്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ. നോക്കൂ, ഇതൊന്നും ഒരു മനുഷ്യനും അവൻ വേർതിരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച്, ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന എവിടെ നിന്നാണ് വന്നത്? ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്നാണ് വന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ഒരുപാട് വീഴ്ചകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സങ്കടങ്ങൾ, ഭയപ്പാട്, മരണഭയം വരെ ദാവീദിനെ വേട്ടയാടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവൻ ആരിൽ വിശ്വസിച്ചു? ദൈവത്തിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവിക കരുതലിൻ്റെ ആ ഉറപ്പിനെ കുറിച്ചാണ് 121 സങ്കീർത്തനത്തിലൂടെ അവൻ പ്രപഞ്ചത്തെ മുഴുവനും പഠിപ്പിക്കാൻ ശ്രമിച്ചത്. സകല വിശ്വാസികളെയും, അവിശ്വാസികളായിരുന്നാൽ പോലും, അക്രൈസ്തവരായിരുന്നാൽ പോലും അവരുടെയൊക്കെ ചെവികളിലേക്ക് ചെന്ന് തറയ്ക്കത്തക്ക വിധത്തിലുള്ള മനോഹരമായ പ്രസ്താവനകൾ. എന്താണ്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഉടമസ്ഥനുണ്ട്. ഉടമസ്ഥൻ, അനാഥരല്ല. നമ്മളവൻ അനാഥരായി വിട്ടിട്ടില്ല. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ്. അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവൻ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങളെ ഒന്നൊന്നായി നൽകുന്നവനാണ്. അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, അല്ലേ? അതാണ് ചെയ്യേണ്ടത്. ദാവീദ് മഹാരാജാവ് ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പ്, കരുതലിൻ്റെ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്നാണ്. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്നാണ് ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നാം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. മനോഹരമായൊരു പാട്ട് നമ്മൾ പാടാറില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനെ, നിൻ്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ, അല്ലേ? പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിൻ്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. മനോഹരമായ പ്രാർത്ഥനാ ഗീതമാണ്, മനോഹരമായ ഗീതം. നാം പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും വാഴ്ത്തി അനുഗ്രഹിച്ച് നമുക്ക് നൽകുന്നവനായ ദൈവം നമുക്ക് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി നമ്മുടെ കാൽ വഴുതാൻ സമ്മതിക്കാതെ, അവൻ മയങ്ങാതെ ഉറങ്ങാതെ നമുക്ക് തണലായി നമ്മുടെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മെ സംരക്ഷിക്കുന്നവനായ ഒരു യഹോവയായ ദൈവം ഉണ്ട് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ ഫലകങ്ങളിൽ ദാവീദ് എഴുതി വച്ച സങ്കീർത്തനമാണ് സങ്കീർത്തനം 121. അതിൻ്റെ ആധാരവാക്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആധാരവാക്യം എന്ന നിലയിൽ നാം കണക്കാക്കാം. സങ്കീർത്തനം 55 22 വാക്യം: നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും അനുവദിക്കുകയില്ല.
ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ഒരു ശരിക്കും ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. നമ്മൾ അപ്രകാരമാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി, ഞാൻ നേരത്തെ അതുകൊണ്ടാണ് നമ്മുടെ അനുഭവങ്ങളെ, സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളെ കൂടെ നമ്മളൊന്ന് റീവൈൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തകളെ ഈ വാക്യങ്ങൾക്ക് അനുഗുണമാകുന്ന വിധത്തിലാണോ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതെന്ന് നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത്, സത്യസന്ധമായിട്ടാണോ നമ്മൾ ചെയ്തതെന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ അപാകതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ അപാകതകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഉറപ്പോടുകൂടി പറയണം, എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോവുകയില്ല. ആ ഒരു ധൈര്യം നമുക്ക് നൽകുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ. ഈ വാക്യവും നമ്മൾ ഹൃദയമിരുത്തി ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരാം. ഇത് മറ്റൊരു സന്ദർഭത്തെ പഠിപ്പിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് നമുക്കിവിടെ കാണുന്നത്. പ്രതികൂലങ്ങളിൽ അഭയം. നമ്മൾ ഇത്ര നേരം പറഞ്ഞതിലെല്ലാം ദൈവം നമ്മളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സന്ദർഭങ്ങളിൽ അവൻ നൽകുന്ന ഉറപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം പൂർണ്ണമായും നമ്മെ തന്നെ അവൻ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം സാധ്യമാക്കണമെന്നതിനെ പറ്റിയും പറഞ്ഞു. നമുക്ക് സങ്കീർത്തനങ്ങൾ 91-2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടുത്തെ ആധാരവാക്യങ്ങൾ. അതിനു മുമ്പ് നമുക്ക് സങ്കീർത്തനങ്ങൾ 17-7 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കാം. അതിൽ 8ാമത്തെ വാക്യം വളരെ പ്രധാനമാണ്, നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് വായിക്കുക. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. ഒരു വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പറയാറുണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്നൊക്കെ അല്ലേ, കണ്ണിൽ ഉണ്ണിയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കണ്ണിലെ കൃഷ്ണമണി അത്ര ഇമ്പോർട്ടൻസ് ആണ്. കൃഷ്ണമണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, കാഴ്ചയില്ല. അതുകൊണ്ട് കൃഷ്ണമണി നമ്മൾ സംരക്ഷിക്കും. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ബയോളജിക്കലി നമ്മുടെ കണ്ണിൻ്റെ ഒരു ഘടന അങ്ങനെയാണ് സംരക്ഷിക്കുന്നത്. നമ്മുടെ നേർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കണ്ണടയ്ക്കും. ഒരു കല്ലെന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നേർക്ക് എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കത്തില്ല, ഉടനെ തല മാറ്റി അങ്ങോട്ട് ചായ്ക്കുക ഇങ്ങോട്ട് ചായ്ക്കുക പുറകോട്ട് ആയുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു റിഫ്ലെക്സ് ആക്ഷനെ ദൈവം ക്രമീകരിച്ചിട്ടുള്ളത്. കണ്ണിനും അത്തരത്തിലുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ കണ്ണിന് അപ്രതീക്ഷിതമായ എന്തെങ്കിലും പൊടിയൊക്കെ ഒന്ന് വീഴുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വേദന നീറ്റടക്കം നമ്മൾ മനസ്സിലാക്കുക അല്ലേ. ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന പോലെ കാക്കണമേ. ആ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നതാണ് 7ാമത്തെ വാക്യം. നിന്നെ ശരണമാക്കുന്നവരെ അവരെ എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ. അത് ദാവീദിൻ്റെ അനുഭവമാണ്. അതായത് ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ ആ പ്രതികൂലത്തിൽ യഹോവയോട് അപേക്ഷ ചോദിച്ചവർക്ക് ദൈവം ആ അഭയം നൽകി. അതാണ് പ്രതികൂലങ്ങളിൽ അഭയം എന്ന് പറയുന്നത്. അങ്ങനെ അഭയം നൽകി സംരക്ഷിക്കുന്നവനായ യഹോവേ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. കാരണം എൻ്റെ ചുറ്റും ആരുണ്ട്? ദുഷ്ടന്മാരുടെയും പ്രാണശത്രുക്കളുടെയും ഒരു വളയം എൻ്റെ ചുറ്റുമുണ്ട്. അവരെന്നെ പിടിക്കാതെ വണ്ണം നിൻ്റെ ചിറകിനിഴലിൽ എന്നെ മറയ്ക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്. മറ്റൊരു വാക്യം സങ്കീർത്തനങ്ങൾ 31-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കതൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 31-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അത് ഇപ്രകാരമാണ് പറയുന്നത്. സങ്കീർത്തനം 31-1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാനൊരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി എന്നെ
പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പ്രതികൂലങ്ങളിൽ അഭയം. ശത്രു നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന കെണി എന്താണ് എന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്ത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. അല്ലേ? എങ്ങും നല്ല സങ്കേതം നൽകി നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ ആണ് ഈ മണ്ണിനെയും മലയെയും ഒക്കെയും സൃഷ്ടിച്ചവൻ അവനാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? യഹോവയിൽ ശരണമാക്കുക. യഹോവയിൽ ശരണമാക്കുന്നവനെന്നും ഭാഗ്യവാൻ. അല്ലേ? യഹോവയെ ശരണമാക്കിയിരിക്കുന്നവൻ ഭാഗ്യവൻ. അവൻ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. അവിടെയാണ് അവൻ അത്ഭുതകരമായ പ്രവൃത്തികൾ, അവൻ്റെ മഞ്ഞുകൊണ്ട്, അവൻ്റെ തണുപ്പ് കൊണ്ട് പ്രപഞ്ചത്തെ അനുഗ്രഹിച്ച സ്ഥലമാണ് സിയോൻ പർവ്വതം. അതിൻ്റെ ഒരു ചരിത്രം വേറെയാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് മറ്റൊരു സന്ദർഭങ്ങളിൽ നമുക്ക് പഠിക്കാൻ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെർമോനിയ മഞ്ഞ്, ആ മഞ്ഞിൻ്റെ ഒരു വളരെ സവിശേഷതയുണ്ട്, ആ താഴ്വാരത്തിൻ്റെ സവിശേഷതയുണ്ട്. വേദപുസ്തക ചരിത്ര ഭാഗം പഠിക്കുമ്പോൾ അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം, അവൻ്റെ കാവൽ, അവൻ്റെ കരുതൽ എത്രത്തോളം ഉണ്ട് എന്ന്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് പഠിക്കാം. സങ്കീർത്തനങ്ങൾ 91 നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന മറ്റൊരു ഭാഗമാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്. നമ്മൾ ആ സങ്കീർത്തനങ്ങൾ 91 വായിക്കുമ്പോൾ അവിടെ ഒരു സംഭാഷണമുണ്ട്. കൃത്യമായി അതിനെ വേർതിരിച്ച് വായിച്ച് മനസ്സിലാക്കാൻ നമ്മളിങ്ങനെ ദീർഘമായിട്ട് സാധാരണ വായിക്കുന്നത് പോലെ വായിച്ചങ്ങ് പോകരുത്. സങ്കീർത്തനങ്ങൾ 91, സങ്കീർത്തനങ്ങൾ 91ൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന, ഇറ്റ് ഈസ് ഡിഫറൻറ്റ്. അത് വ്യത്യസ്തമായ ഒരു ഘടനയുള്ള ഒരു വേദഭാഗമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആദ്യത്തെ പ്രസ്താവന തന്നെ നോക്കൂ. യഹോവയെക്കുറിച്ച് പറയുകയാണ്. ആര് പറയുകയാണ്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആരാണ് പറയുന്നത്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. എന്താണ് അവൻ പറയുന്നത്? അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് അവൻ പറയുന്നു. അതൊന്നാമത്തെ ഭാഗമാണ് കേട്ടോ. നമ്മളതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഒരു കോൺവെർസേഷൻ, ആ ഒരു സംഭാഷണം, രണ്ട് തട്ടായിട്ട് മാറി മാറി നിൽക്കുന്ന സംഭാഷണമാണ്. അങ്ങനെ ഒരു ഘടന അതിനുണ്ട്. ആ ഘടന ഇങ്ങനെയാണ്: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്. എന്താണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്? അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഇത് ആരോട് പറഞ്ഞതാണ്? ആരോട് പറഞ്ഞതാണ്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്തുകൊണ്ട് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമാകുന്നുവെന്ന് സാക്ഷ്യം പറഞ്ഞവനോട് ദൈവത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ നിന്നെ സംരക്ഷിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും. ആരാണ് ആ വേട്ടക്കാരനും? അലർന്ന സിംഹം പോലെ കടൽ തീരത്തെ മണൽത്തരിമേൽ തൻ്റെ വിശ്വാസ സമൂഹത്തോട് പോരാട്ടം നടത്താൻ ഇറങ്ങിയിരിക്കുന്ന പിശാച് ലൂസിഫർ, സാത്താനോട്, ആ സാത്താൻ്റെ നാശകരമായ ആ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും, അവൻ്റെ നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ എന്നാണ് പറയുന്നത്. നോക്കണം, ആരെയാണ്? ഈ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്തുകൊണ്ട് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവുമെന്ന് വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി പറയുന്നവനായ ഒരുവന് നിനക്ക് എന്ന് പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും.
അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത, ആരുടെ വിശ്വസ്തത? ദൈവത്തിൻ്റെ നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, അവൻ നിന്നെ സംരക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നവനായ ദൈവത്തിൻ്റെ വാഗ്ദത്തം, വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. അത് നീ രാവും പകലും ഭയപ്പെടേണ്ട കാര്യമില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. മാത്രമല്ല, നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. അപ്പോൾ സങ്കീർത്തനം ഈ ആദ്യം പ്രാർത്ഥിച്ചവൻ തിരിച്ചു പറയും, എന്താണ്? യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവം വീണ്ടും അവനോട് മറുപടി പറയുകയാണ്, എന്താണ്? ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കയില്ല. അതിനവൻ സമ്മതിക്കില്ല. ഈ പ്രതികൂല സന്ദർഭത്തിൽ അവൻ നിനക്ക് കാവലാളായി നിൽക്കും. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അപ്പോഴും ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ ദൈവം ഇപ്രകാരം പറയും, എന്താണ്? അവനോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. നോക്കൂ, അവിടെയാണ് വിശ്വസ്തതയും വിശ്വാസവും അളക്കുന്നത് ദൈവം. എന്താണ്? അവൻ എന്നോട് പറ്റിയിരിക്കയാൽ. ആ പറ്റിയിരിക്കലാണ് എന്ത്? പ്രയർ, പ്രാർത്ഥന. നമ്മൾ ഈ പാഠം പഠിച്ചു തുടങ്ങിയ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു മിറക്കിളാണ്, അതൊരു മാജിക്കാണ്, അതൊരു താക്കോലാണ്. സ്വർഗീയ ഭണ്ഡാരത്തിൻ്റെ അനുഗ്രഹങ്ങളെ തുറക്കാനുള്ളൊരു താക്കോലാണ്. അല്ലേ? നമ്മൾ എത്രയോ പ്രസംഗങ്ങളിൽ നമ്മൾ ഈ വാക്ക്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കേട്ടിട്ടുണ്ട്. നമ്മളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അവൻ എന്നോട് പറ്റിയിരിക്കയാൽ, എന്നോട് ചേർന്നിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ അവനെ വിടുവിക്കും. പക്ഷേ വൺ കണ്ടീഷൻ, എന്താണ്? അവൻ എന്നോട് പറ്റിയിരിക്കണം. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. വല്ലാത്തൊരു പ്രസ്താവനയാണത് ദൈവത്തിൻ്റെ. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ, ഞാൻ ആരാണ് എന്ന്, യഹോവ നല്ലവനാണ് എന്ന് അവൻ രുചിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിന്റെ ഭാരമൊക്കെയും യഹോവയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവനാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന്, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ആകാശവും ഭൂമിയും സമുദ്രവും നീറുകളും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവൻ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവനോട് അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ വിശ്വാസിയും ദൈവവും ദൈവത്തിൻ്റെ മകനുമായുള്ള, അല്ലേ, സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കിനെ നമ്മുടെ ലേഖകൻ കടം കൊണ്ട് വളരെ മനോഹരമാക്കി നമ്മോട് പറഞ്ഞതാണ്, ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും മനുഷ്യൻ്റെ ഹൃദയവും തമ്മിൽ കൂടിച്ചേരുന്ന, ഇഴചേരുന്ന വളരെ മനോഹരമായ ഒരു സന്ദർഭം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ കാൽപ്പനികമായിട്ടാണ്, വളരെ മനോഹരമായ ഭാഷയിലാണ് ഹൃദയത്തിൻ്റെ ആ കൂടിച്ചേരലുകളെ, അല്ലേ, ദൈവത്തിനെയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെയും ആ കൂടിച്ചേരലിനെ, ദൈവത്തെ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന, ദൈവത്തെ മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന, അവനോട് പറ്റിയിരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവത്തിൻ്റെ ഇഴയെ ദൈവം സങ്കീർത്തനക്കാരനുള്ള വളരെ 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 റൊമാൻറ്റിക്കായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം എത്ര വലിയവനാണ്, അവൻ നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഇഴ പൊട്ടാതെ സങ്കീർത്തനക്കാരൻ 91-ാം സങ്കീർത്തനം വളരെ മനോഹരമായി അവൻ നമുക്ക് വേണ്ടി വാക്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവൻ നമുക്ക് പരിചയമാണ്, അവൻ നമുക്ക് പലകയാണ്, അവൻ നമുക്ക് ചിറകാണ്, അല്ലേ? നമുക്ക് ചൂടാണെങ്കിൽ നമുക്ക് തണലാണ്, നമുക്ക് വെയിലാണ് എങ്കിൽ നമുക്ക് ഇരുട്ടാണ് എങ്കിൽ നമുക്ക് വെളിച്ചമാണ്. അവൻ്റെ വചനം നമുക്ക് അയച്ചിരിക്കുന്നു. എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ്
സങ്കീർത്തനക്കാരൻ്റെ ഈ വാക്കുകളെ നമുക്ക് വായിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കും. ഞാൻ നേരത്തെ വായിച്ചു സങ്കീർത്തനങ്ങൾ 17-ന്റെ 8-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞില്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ, അല്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുമ്പോൾ എത്ര സൂക്ഷ്മമായ ഒരു പഠനം, അല്ലേ, എത്ര സൂക്ഷ്മമായ ഒരു പഠനം ആ വാക്യത്തിനുള്ളിൽ ദാവീദ് നടത്തിയിട്ടുണ്ട് എന്ന് നോക്കുക. എത്ര സൂക്ഷ്മമായ ഒരു പഠനം. നമ്മൾ സാധാരണ പറയുന്ന വാക്കല്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെന്ന് നമ്മൾ പറയും. പക്ഷെ ആ ചിന്ത, ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആ ഒരു പ്രയോറിറ്റി, അതിൻ്റെ ഒരു പ്രാധാന്യം, ദൈവം കൊടുക്കുന്ന ആ കരുതലിൻ്റെ ഒരു വില എത്രത്തോളം വലുതാണ് എന്ന്, അതിൻ്റെ ഘനം, അതിൻ്റെ ആഴം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കിക്കാനാണ് ദാവീദ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. മത്തായി 23-ന്റെ 37 പറയുന്നത് എന്താണെന്ന് നോക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും, മത്തായി സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യം. യെരൂശലേമേ യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവയെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ അവൻ തൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു എന്ന് നിങ്ങൾക്കോ മനസ്സായില്ല. നോക്കൂ, പ്രവാചകന്മാരെ, ഇസ്രായേലിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവരെ കല്ലെറിഞ്ഞ സമൂഹത്തോട് പറയുകയാണ്, യെരൂശലേമേ യെരൂശലേമേ ഞാൻ നിന്റെ അടുക്കിലേക്ക് അയച്ച പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തവളെ, അവരെ സംരക്ഷിക്കാൻ, അവരുടെ വാക്ക് കേൾക്കാൻ നിനക്ക് മനസ്സായില്ല, പക്ഷെ എനിക്ക് അവരെ സംരക്ഷിക്കാൻ മനസ്സുണ്ടായിരുന്നു എന്ന് പറയുന്നു. നോക്കൂ, അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ആ ഒരു സംരക്ഷണത്തിൻ്റെ പദമാണ് ഇവിടെ. കണ്ണിലെ കൃഷ്ണമണി എന്ന് ദാവീദ് പറഞ്ഞ പോലെ മത്തായി തൻ്റെ സുവിശേഷ ഭാഗത്ത് പറയുന്നത് എന്താണ്? കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ, അല്ലേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് പോലെ. അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ആഴം അവൻ തൻ്റെ ജനത്തോട് പ്രകടമാക്കുന്നു. അളവുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ആഴം. നാം അവനെ മറന്നുപോയാലും അവനൊരിക്കലും നമ്മെ മറക്കുന്നില്ല. അവൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാലും അവനൊരിക്കലും അവൻ്റെ സ്നേഹത്തിൽ നമ്മളിൽ നിന്ന് കുറയ്ക്കുന്നില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ അനുകമ്പ നമ്മെ എപ്പോഴും അവനരികിലേക്ക് ചേർത്ത് നിർത്തുകയാണ്, അല്ലേ? മനോഹരമായ പാട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, അനുകമ്പാർദ്രമാം ഹൃദയം എപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. അനുകമ്പാർദ്രമാം ഹൃദയം എപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ആ ഒരു കരുതൽ, പ്രതികൂലങ്ങളിൽ അവൻ നൽകുന്നതായ അഭയം, കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകനുള്ളിൽ ചേർത്ത് സംരക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ മുന്നിലുണ്ട്. അത് കാണാതെ പോകുന്ന കണ്ണ് ആർക്കേ ഉള്ളൂ? മനുഷ്യനെ ഉള്ളൂ. കല്ലായിപ്പോയ ഹൃദയങ്ങൾക്കേ ഉള്ളൂ. കല്ലായിപ്പോയ ഹൃദയങ്ങൾക്ക്. നോക്കൂ, ഈ ഭാഗം സങ്കീർത്തനങ്ങൾ 121 നമ്മൾ പഠിച്ചതുപോലെ സങ്കീർത്തനങ്ങൾ 91 നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക. സങ്കീർത്തനങ്ങൾ 139 പഠിച്ചതുപോലെ, സങ്കീർത്തനങ്ങൾ 121 പഠിച്ചതുപോലെ സങ്കീർത്തനങ്ങൾ 91 ആഴത്തിൽ ചിന്തിക്കുക. എത്ര വലിയ കരുതലാണ് അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ദൈവത്തിൻ്റെ മറ്റൊരു സവിശേഷത സങ്കീർത്തനക്കാരനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു, എങ്ങനെയാണ് അത് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. പ്രതിരോധകനും വിടുവിക്കുന്നവനും. പ്രതിരോധിക്കുന്നവൻ, ഒരു റെസിസ്റ്റൻ്റ്, പോരാളിയായി മുന്നിൽ നിന്ന് പടയെ പ്രതിരോധിക്കുന്നവൻ, ശത്രുക്കളിൽ നമ്മെ വിടുവിക്കുന്നവൻ. ഇസ്രായേലിൻ്റെ ഒരു ചരിത്രത്തെ ആലേഖനം ചെയ്ത സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 114. ഇവിടെ 104 എന്നാണ് കൊടുത്തിരിക്കുന്നത്, 104 അല്ല, 114. 114-ാം സങ്കീർത്തനം. നമുക്ക് ആമുഖമായി 1 കൊരിന്ത്യർ
10:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനം ഏറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഒരു ചരിത്ര സന്ദർഭത്തെ നമുക്ക് ആലേഖനം ചെയ്തു തരിക. നമുക്കറിയാം, വാഗ്ദത്ത നാടായ കാനാനിലേക്ക് യാത്ര പുറപ്പെട്ട ജനസമൂഹം എത്രയായിരുന്നു എന്നുള്ളത്. അതിൽ യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞ് 6 ലക്ഷം യോദ്ധാക്കളും പുരുഷന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അവരുടെ പിതാക്കന്മാരും മാതാക്കളും എല്ലാം ഉൾപ്പെടുന്ന എണ്ണിക്കൂടാതെ വണ്ണം ഒരു വലിയ സംഖ്യ. 6 ലക്ഷം യോദ്ധാക്കളെന്ന് മാത്രമേ സംഖ്യ പറയുന്നുള്ളൂ. പക്ഷേ വാഗ്ദത്ത നാടായ കനാനിലേക്ക് പ്രവേശിച്ചത് അവിടെ നിന്ന് പുറപ്പെട്ടവരിൽ നിന്ന്, ഈ തുടക്കത്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ നിന്ന് കനാനിലേക്ക് പ്രവേശിച്ചത് എത്ര പേരാണ്? 2 പേരാണ്. ആരൊക്കെയാണ്? യോശുവയും കാലേബും. ബാക്കിയുള്ളവരെല്ലാം വഴിയിൽ ഇടറി വീണു. പക്ഷെ അവരുടെ ആ യാത്ര സംഭവബഹുലമായ ഒരു യാത്രയായിരുന്നു. ദൈവം ആരാണ് എന്നും ദൈവത്തിൻ്റെ കരുതൽ എന്താണ് എന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും ദൈവത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്നും ഒരു ജനത മുഴുവൻ പഠിക്കുകയും അവർ ലോകത്തിന് പാഠമാവുകയും ചെയ്യുന്ന ചരിത്ര സന്ദർഭമാണ് നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത്. അത് വളരെ വിശിഷ്ടമായ വാക്യമായിട്ടാണ് മത്തായി ഈ 1 കൊരിന്ത്യർ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയപ്പോൾ അതിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത് എന്താണ്? സഹോദരന്മാരെ, നമ്മളോടാണ് പറയുന്നത്, കൊരിന്ത് സഭയോടാണ് പറയുന്നതെങ്കിലും നമ്മളത് ഓരോരുത്തരും കേൾക്കണം. എന്താണ്? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴായിരുന്നു. അല്ലേ? മേഘത്തിന് കീഴിൽ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നസ്തംഭമായി ദൈവിക സാന്നിധ്യം പരിശുദ്ധാത്മാവിന് കീഴിലായിരുന്നു. അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു സ്നാനമേറ്റു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. പരിശുദ്ധാത്മാവിനാൽ അവർ സ്നാനമേറ്റവരാണ്. എല്ലാവരും മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം കഴിച്ചു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ദൈവം. ആ സമയം മുതൽ ദൈവം അവരോട് കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴൊക്കെയും നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ ചരിത്ര ഭാഗത്തിനെ കൊരിന്ത് സഭയോട് വളരെ ഭംഗിയായി പൗലോസ് വിവരിക്കുന്നുണ്ട്. സമയം ദീർഘിച്ചു പോകാൻ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന 114-ാം സങ്കീർത്തനം ആകപ്പാട് 8 വാക്യങ്ങളുള്ള ചെറിയൊരു ഭാഗമാണ്. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. നമുക്കൊരു ചരിത്ര സന്ദർഭമുണ്ട്. നമ്മളത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് പുറപ്പാടിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ആദ്യത്തെ 5 ചരിത്ര പുസ്തകങ്ങൾ, മോശ എഴുതിയ 5 ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനതയുടെ യാത്ര, തലമുറകൾ, രാജാക്കന്മാർ, അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ദീർഘമായ ഒരു വസ്തുതയായി പോകും. നമുക്ക് കൂടുതലതറിയാം, അതിൽ കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ളവർ ഈ ചരിത്ര പുസ്തക ഭാഗം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതൊന്നും കഥയല്ല, കേട്ടുകേൾവികളല്ല, ചരിത്രമാണ്. ചരിത്രത്തെ മായ്ക്കാൻ കഴിയില്ല, സംഭവിച്ച കാര്യമാണ്. ആ സംഭവിച്ചവർക്കിടയിൽ ദൈവം എങ്ങനെ ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ഇടപെട്ടു എന്നുള്ളതും അവർ അങ്ങനെ ഒരു വലിയ ജാതിയായി തീർന്നു എന്നുള്ളതും എങ്ങനെയാണ് 12 ഗോത്രങ്ങൾ ഉണ്ടായത് എന്നും നമുക്ക് ആ ചരിത്ര ഭാഗത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിൽ യഹൂദ ഗോത്രവും അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നത് എങ്ങനെയാണ് എന്നും ആ ചരിത്ര ഭാഗത്തിൽ പറയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല.
സമുദ്രം കണ്ടു ഓടി യോർദാൻ പിൻവാങ്ങിപ്പോയി. സമുദ്രങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളി. സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നത് എന്ത്? ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ വിറയ്ക്ക. അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവയും ആക്കിയിരിക്കുന്നു. ഇസ്രായേലിന് അനുഭവിക്കാൻ കഴിഞ്ഞ വലിയൊരു വലിയൊരു അനുഭവത്തിൻ്റെ ചരിത്രത്തെയാണ് ശരിക്കും ഈ ചെറിയ വാക്യങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് തൻ്റെ പ്രകൃതിയോടുള്ള ദൈവത്തിൻ്റെ ആ ഒരു കണിശത എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നുള്ളതാണ് നമുക്കവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഭാഗമെന്ന് പറയാം. കാരണം എല്ലാം ദൈവം സൃഷ്ടിച്ചതാകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ വാക്യങ്ങളും അല്ലേ, നമ്മളതിൻ്റെ ഓരോ വാക്യങ്ങളും എടുത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ദൈവം എങ്ങനെയാണ് ആ സമൂഹത്തിനെ നിയന്ത്രിച്ചത് എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് അവരുടെ ഇസ്രായേൽ ജനതയുടെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും പ്രകൃതിയെ ദൈവം എങ്ങനെയാണ് നിയന്ത്രിച്ചത് എന്ന്, എങ്ങനെയാണ് ചോദിച്ചത് എന്ന്, എന്തൊക്കെയാണ് അവയോട് ചോദിച്ചത് എന്ന് നമുക്കിവിടെ കണ്ടെത്താൻ. സങ്കീർത്തനക്കാരൻ ദാവീദ് അങ്ങനെയാണ് പറയുന്നത്. സൃഷ്ടാവിന് പ്രകൃതി ശക്തിയിന്മേലുള്ള സർവാധികാരത്തിലുള്ള വിടുതൽ ആയാണ് സങ്കീർത്തനം 114 ചിത്രീകരിക്കുന്നത്. അങ്ങനെയായിരുന്നു ദൈവം പുറപ്പാടിൽ ദൈവജനത്തെ വിടുവിച്ചത് അല്ലേ. ചെങ്കടൽ പിളർന്ന് അവർ വഴി നടത്തി. യോർദാൻ നദി, മലകൾ, കുന്നുകൾ എല്ലാം ഇസ്രായേലിനെ വാഗ്ദത്ത നാടിൽ പ്രവേശിക്കുന്നതിന് തടസ്സം നിന്ന വസ്തുക്കളായിരുന്നു എങ്കിൽ അവയൊക്കെയും ദൈവം നീക്കം ചെയ്ത് ആ വലിയ ജനസമൂഹത്തെ വാഗ്ദത്ത നാടായ കനാനിലേക്ക് നയിക്കുകയുണ്ടായത്. അതുകൊണ്ട് ആ പ്രകൃതിയോടുള്ള ഞാൻ വലിയ ശക്തിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ നിന്ന പ്രകൃതി വസ്തുക്കളോടുള്ള, പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളോടുമുള്ള ഒരു പരിഹാസ രൂപേണയുള്ള പ്രതികരണമാണ് ദാവീദ് ചോദിക്കുന്നത്. സമുദ്രമേ നീ ഓടുന്നത് എന്ത് അല്ലേ. ചെങ്കടൽ പിളർന്ന് 2 ഭാഗത്തേക്ക് മാറിപ്പോയപ്പോൾ, ഉള്ളിൽ തരിശു നിലം കണ്ടപ്പോൾ, ആ ഒരു വലിയ ജനസമൂഹം അതിലൂടെ നടന്നു പോയപ്പോൾ ആ മാറിയ സമുദ്രത്തോട് ചോദിക്കുകയാണ്, സമുദ്രമേ നീ ഓടുന്നത് എന്ത്? സമുദ്രമേ നീ ഓടുന്നത് എന്ത്? നോക്കൂ, ഇവിടെ നമുക്ക് ആവർത്തന പുസ്തകത്തിലും യോശുവയുടെ ലേഖന ഭാഗത്തും നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ ദൈവം സകലത്തിൻ്റെയും അധികാരിയായി ആ ഓരോ പ്രപഞ്ചശക്തികളെയും നിയന്ത്രിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദാവീദ് മഹാരാജാവ് അതിനും മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത്. സങ്കീർത്തനങ്ങൾ 121 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ദൈവം അതിന് മുകളിൽ, അതിന് വളരെ വളരെ മുകളിലായി ഇരിക്കുന്നവനായ ദൈവമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ കടലിനെയും കാറ്റിനെയും പ്രകൃതി ശക്തികളെയൊക്കെയും കർത്താവായ യേശു ക്രിസ്തു ശാസിച്ച് പറഞ്ഞ് വാക്കുകൊണ്ട് നിയന്ത്രിച്ചത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണെന്നൊക്കെ നമുക്കറിയാം. നോഹയുടെ കാലഘട്ടത്തിൽ, ആ ചരിത്ര കാലഘട്ടത്തിൽ, ആ വലിയ പ്രളയമുണ്ടായപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആകാശത്തിൻ്റെ കിളിവാതിലുകളൊക്കെയും തുറന്ന് അവിടെ നിന്ന് ജലം പ്രവഹിച്ചു എന്നാണ് നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. പ്രകൃതിയെ ദൈവം എങ്ങനെയാണ് നിയന്ത്രിച്ചത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭൂമി പിളർന്ന് മനുഷ്യരെ വിഴുങ്ങിയ സന്ദർഭങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ വായിച്ച് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചത് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഇസ്രായേൽ ജനതയെ തടഞ്ഞു വെച്ചിരുന്ന ഫറവോ രാജാവിന് പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം ശക്തികളെ കൊടുത്താണ്, കരുത്തുകളെ കൊടുത്താണ് ദൈവം അവനെ ഒതുക്കിയത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് ദൈവം സൃഷ്ടിച്ചതായ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും അവൻ്റെ അധീനതയ്ക്ക് കീഴിലാണ്, അവൻ്റെ ശക്തിക്ക് കീഴിലാണ്. ആ ശക്തി പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ സൃഷ്ടാവിനെ അവർ ഓർക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. മനുഷ്യനും അത് തിരിച്ചറിയണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഈ ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ്, പ്രകൃതി എങ്ങനെയാണോ ദൈവത്തെ ഭയപ്പെടുന്നത്, പ്രകൃതി എങ്ങനെയാണോ, പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും ദൈവത്തെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്,
അതുപോലെ ദൈവത്തെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യണം. അവൻ്റെ വലിയ പ്രവൃത്തികൾ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളായി നമ്മുടെ കൺമുമ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവയൊക്കെയും നിയന്ത്രിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന്, സമുദ്രത്തിന് ഒരു അതിർ വരച്ചിട്ട് ഇതുവരെ വരാവൂ എന്ന് കൽപ്പിച്ചിരിക്കുന്നവനായ ദൈവം, അല്ലേ, സൂര്യനെ ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നവനായ ദൈവം, ഭൂമിയെ ഒരു ഞാണിന്മേൽ ഇങ്ങനെ തൂക്കി നിർത്തിയിരിക്കുന്നവനായ ദൈവം, അതിനുള്ളിൽ ജീവിക്കാൻ, പ്രപഞ്ചത്തിൽ ജീവിക്കാൻ മനുഷ്യനൊരു ആവാസ വ്യവസ്ഥ, ഒരു പറുദീസ ഉണ്ടാക്കി കൊടുത്തവനായ ദൈവം, അവൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് സകല ആകാശഗോളങ്ങളും എന്ന് നമ്മൾ തിരിച്ച് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ആ വീണ്ടും വന്ന് നമ്മളെ ചേർക്കുമ്പോൾ അനേകം വാസസ്ഥലങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അനേകം വാസസ്ഥലങ്ങൾ, അത് ഭൂമി മാത്രമല്ല, അതൊക്കെയും ദൈവത്തിൻ്റെ, പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ കീഴിലാണ്, അവൻ്റെ ശക്തിക്ക് കീഴിലാണ്. അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് നാം ജീവിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മോട് പറയുന്നത്. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തേക്ക് പോകാം. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള സഹായം. വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള സഹായം. സങ്കീർത്തനങ്ങൾ 3:4 വായിക്കാൻ വേണ്ടി നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 3:4 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ആയിരിക്കും: ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുന്നു. സങ്കീർത്തനങ്ങൾ 20:1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം അവൻ കൈക്കൊള്ളട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. നോക്കൂ, നമ്മുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം. ആ വിശുദ്ധ മന്ദിരം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു ആശയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യഹോവ വസിക്കുന്ന ഒരു ഇടം ആണ്. അതൊരു പരിശുദ്ധമായ സ്ഥലമാണ്. ഇറ്റ്സ് എ ഹോളി പ്ലേസ്. അത് ദൈവം വസിക്കുന്ന എല്ലാ സ്ഥലവും വിശുദ്ധമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകൽ, നിൻ്റെ കാലിൻ്റെ വാറ്, ചെരുപ്പിൻ്റെ വാറ് അഴിച്ചു കളയുക എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതൊരു വിശുദ്ധമായ സ്ഥലം, പരിശുദ്ധിയുടെയും സംരക്ഷണത്തിൻ്റെയും ആത്മരക്ഷയുടെയും കരുതലിൻ്റെയും ഒക്കെ ഒരു വിശുദ്ധ സ്ഥലം. അത് ദൈവമാണ്. അത് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ നമ്മുടെ ദൈവാലയത്തെക്കുറിച്ചല്ല. ദൈവത്തിൻ്റെ ഹൃദയം അത്രത്തോളം വിശുദ്ധമായ ഒരു ആലയമാണ്, നമുക്ക് വസിക്കാനുള്ള ഒരു സ്ഥലം. അത് ഉപദ്രവിക്കപ്പെടുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് ഒരു സങ്കേതമാണ് ദൈവത്തിൻ്റെ ഹൃദയം. തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവൻ അനാഥരെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു, തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു. സങ്കീർത്തനങ്ങൾ 50:2 വായിക്കുമ്പോൾ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയായ വിധികളൊക്കെയും പ്രഖ്യാപിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആശ്രയിക്കാൻ, എത്തിച്ചേരാനുള്ള ഒരിടമാണ് ഭൗതികമായ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവാലയത്തിനുള്ളിലേക്ക് നമ്മൾ അതൊരു സ്ഥാപനമായോ വെറും ഒരു കെട്ടിടമായിട്ടോ നമ്മൾ സങ്കല്പിക്കാതെ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കിട്ടുന്ന ഒരിടം എന്ന നിലയിൽ ശുദ്ധമായിട്ട് വേണം നമ്മൾ ആ സ്ഥലത്തിനെ കണക്കാക്കാൻ. അവിടെ വന്നിരുന്ന് തോന്നിയ ദിവസം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനോ, എന്തെങ്കിലും കാണിക്കാനോ, എന്തെങ്കിലും തർക്കിക്കാനോ, എന്തെങ്കിലും കച്ചവടം ചെയ്യാനോ, എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള ഒരു ഇടമല്ല. അവിടെ കൃപ നമുക്ക് പ്രാപിക്കുവാനുള്ള ഇടമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലായി
ഇപ്രകാരം പറയുന്നു: നമുക്കുള്ള മഹാപുരോഹിതന്മാർ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ ഇത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായിക്കാനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക. ദൈവത്തിൻ്റെ അരികിലേക്ക് എങ്ങനെയാണ് ചെല്ലേണ്ടത്? ധൈര്യത്തോടെ ചെല്ലുക. കാരണം എന്താണ്? തക്ക സമയത്ത് സഹായം ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നാം കൃപാസനത്തിലേക്ക് അരികിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്ന വിശുദ്ധ മന്ദിരം സംബന്ധിച്ച ഈ കാര്യങ്ങളോട് ഈ വാക്യങ്ങൾ എങ്ങനെ ആണ് നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നാണ് ഇവിടുത്തെ ലേഖകൻ നമ്മോട് ചോദിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 143 12 വാക്യം നമ്മോട് അത് വായിച്ച് സങ്കീർത്തനം 143 2 വാക്യം വായിച്ച് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തനം 143 2 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 1 വാക്യം മുതൽ നമുക്ക് വായിക്കാം. എൻ്റെ പ്രാർത്ഥന കേട്ട് യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരയണമേ. നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലല്ലോ. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ആരെങ്കിലും അങ്ങനെ നീതിമാനുണ്ടോ എന്നറിയാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവന് വ്യസനമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത്തരത്തിൽ വ്യസനം ദൈവത്തിനുണ്ടാകുമ്പോൾ, സകല മനുഷ്യരും പാപികളായി ഭവിക്കുമ്പോൾ, ആ പാപത്തിൽ നിന്നുള്ളൊരു മോചനത്തിൻ്റെ ഇടമായി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം മാറുകയാണ്. അതുകൊണ്ട് വളരെ പരിശുദ്ധമായിട്ട് ആ ദൈവാലയത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. ദാവീദ് മഹാരാജാവ് തന്നെ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്: നിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അല്ലേ? അത്തരത്തിലുള്ളൊരു പരിശുദ്ധ മന്ദിരം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ഡയമെൻഷൻ കൂടെ, മറ്റൊരു കാഴ്ചപ്പാട് കൂടെയുണ്ട്. ആ പരിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ്. യഹോവ വസിക്കുന്ന, അവൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടത്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പരിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വമാണ്. ആ ഇടത്താണ് ആര് വസിക്കുന്നത്? യഹോവ വസിക്കുന്നത്. അങ്ങനെ ഒരു പരിശുദ്ധി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം വിശുദ്ധാലയത്തിൻ്റെ വിശുദ്ധാന്തർഭാഗത്തേക്ക് കൃപാസനത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അവനിൽ നിന്നുള്ളതായ സംരക്ഷണത്തിന് വേണ്ടി, അവനിൽ നിന്നുള്ള കൃപ പ്രാപിക്കാൻ വേണ്ടി നാം അതിനരികിലേക്ക് കടന്നു ചെല്ലണം എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4 അധ്യായം 15-16 വാക്യങ്ങളിലാണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. ഇനി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ വളരെ സൂക്ഷിച്ച് വേണം, വളരെ ക്ഷമയോടെ വേണം, വളരെ കരുതലോടെ വേണം ദൈവാലയത്തിൻ്റെ ഓരോ പ്രക്രിയകളും ചെയ്യാൻ. അത് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കളി തമാശ ഒന്നും അല്ല. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞതിൻ്റെ ദൈവത്തിൻ്റെ വേല അലസമായി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ദൈവവേല അലസമായി ചെയ്യേണ്ട ഒന്നല്ല, കരുതലോടെ പ്രാർത്ഥനയോടെ ചെയ്യേണ്ട ഒന്നാണ്. ദൈവാലയത്തിനുള്ളിൽ അല്ലേ, നമ്മുടെയൊക്കെ ആലയത്തിനുള്ളിൽ ഒരുപാട് പ്രവർത്തികൾ നിർവഹിക്കുന്ന ഓരോരുത്തരുമുണ്ട്. അവരൊക്കെ അത് ആത്മാർത്ഥമായി സൂക്ഷ്മമായി കരുതലോടെ നിർവഹിക്കണം. ഇല്ലെങ്കിൽ അത് മറ്റൊരു തെറ്റായി മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവരുത് എന്നാണ്. നാം അനുതാപത്തോടെ ക്ഷമയോടെ ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക്, കൃപാസനത്തിനരികിലേക്ക് കടന്നു ചെല്ലണം. അവിടെ ഒരു വിടുതലിൻ്റെ ഒരു ഉറപ്പ് ആ ശുശ്രൂഷയിൽ ഉണ്ടാകണം. അവിടെ അത് ദൈവാലയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെറിയ പ്രവർത്തനം ചെയ്യുന്നവരായിരുന്നാലും ശരി, അവിടെ നിന്നൊരു ഒരു പൊടിയെടുത്ത് മാറ്റിക്കളയുന്നവരായിരുന്നാലും ശരി, തന്നെ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ ആലയത്തിലെ ദൈവത്തിൻ്റെ വേല ചെയ്യണം എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് സഹായം ഉണ്ടാകും. അവൻ സകലരെയും സംരക്ഷിക്കും. അവൻ അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കുന്ന പോലെ അവനിൽ ആശ്രയിക്കുന്നവൻ, യഹോവയിൽ ആശ്രയിക്കുന്നു എന്നേക്കും കുലുങ്ങാൻ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആലയത്തിനുള്ളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും
ശരീരമാകുന്ന ആലയത്തിനുള്ളിലേക്കും യഹോവ വസിക്കുന്ന ആ ഒരു ഇടത്തിലേക്ക് അനുഗ്രഹം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊരു ശുശ്രൂഷയായിട്ട് കാണുക, ഒരു വിശുദ്ധ ശുശ്രൂഷയായി ദൈവത്തിൻ്റെ ആലയത്തിലെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ യഹോവ നാം വിളിക്കുന്നതായ ആ ഉച്ചത്തിലുള്ള നിലവിളി അവൻ കേൾക്കുകയും അവൻ വിശുദ്ധ പർവ്വതത്തിൽ നമുക്ക് ഉത്തരമരുളുകയും ചെയ്യും എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയ ദൈവജനമേ, നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. നമ്മൾ പ്രാർത്ഥനയുടെയും ശക്തിയുടെയും ദൈവത്തിൻ്റെ ശക്തിയുടെയും ദൈവത്തിൻ്റെ കരുതലിൻ്റെയും അവൻ്റെ സംരക്ഷണത്തിൻ്റെയും അവൻ്റെ വിശുദ്ധാലയത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചും ഒക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തന ഭാഗത്ത് ദാവീദ് ഏത് വിധത്തിലാണ് ദൈവത്തിനെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിവിധ ദിവസങ്ങളിലെ പാഠങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത്. നമുക്ക് എലൻ ജി വൈറ്റ് ദ നൈറ്റ് ഓഫ് റെസ്ലിംഗ് എന്ന പുസ്തകത്തിൽ, അത് പാട്രിയറ്റ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന പുസ്തകത്തിലാണ് അത് പറയുന്നത്. ദ നൈറ്റ് ഓഫ് റെസ്ലിംഗ്, അതിൻ്റെ പേജ് 195 മുതൽ 203 വരെയുള്ള പേജ്. അതാണ് ആ മൽപ്പിടുത്തത്തിൻ്റെ രാത്രി, ദ നൈറ്റ് ഓഫ് റെസ്ലിംഗ്. അവിടെ ഒരു മല്ലയുദ്ധം നടന്നു. നമുക്കറിയാം വേദപുസ്തകത്തിൽ അത്തരത്തിലൊരു മൽപ്പിടുത്തം നടന്നത് യാക്കോബുമായിട്ടാണ്. ആ യാക്കോബ് ദൂതനെ വിടാതെ പിടിച്ചപ്പോൾ അനുഗ്രഹം നൽകിയേ ഞാൻ പിന്മാറൂ എന്ന് വാശിയോടുകൂടി ആ ഒരു രാത്രിയിൽ ദാവീദ് ദൂതനോട് മൽപ്പിടുത്തം നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസവുമായി നാം ഒരു ഉറപ്പുള്ള ബന്ധം സ്ഥാപിക്കണം. ഫസ്റ്റ് ഓഫ് ആൾ, ആദ്യം നാം നമ്മളോട് തന്നെ ഒരു നീതി പുലർത്തണം. നമ്മളോട് നീതി പുലർത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ദൈവത്തോട് നീതി പുലർത്താൻ കഴിയും. യാക്കോബിന് അത്തരത്തിലൊരു നീതി ഉണ്ടായിരുന്നു, അത്തരത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്നേരം ആ പിടിവിട്ട് കഴിഞ്ഞാൽ താൻ ജീവിതത്തിൽ എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെടും എന്നേക്കുമായി തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് യാക്കോബിന് അറിയാമായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ യാക്കോബ് ചിന്തിച്ചിട്ടുണ്ടാവാം. പ്രിയമുള്ളവരെ, തകർച്ചയിൽ, ആകുലതകളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഏക ഘടകം എന്ന് പറയുന്നത് ദൈവമാണ്. അതാണ് ഇടയ്ക്കൊരു പാഠം പഠിച്ച സമയത്ത് ഞാൻ പറയുണ്ടായി, മനുഷ്യർക്ക് നമ്മെ സഹായിക്കുന്നതിനൊക്കെ പരിധികളും പരിമിതികളുമുണ്ട്. അവർ പൂർണ്ണമായി 100% ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മെ സഹായിക്കുന്നത്. പക്ഷേ അതിലും എന്തൊക്കെയെങ്കിലും കുറവുണ്ടാകും. പക്ഷേ ദൈവം അങ്ങനെയല്ല. കാരണം എന്താണ്? ദൈവം പൂർണ്ണമായി നമ്മെ മനസ്സിലാക്കിയിട്ടുള്ളവനായ ദൈവമാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. അത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള പൂർണ്ണതയോടും കൂടെ നമ്മെ മനസ്സിലാക്കുന്നവനായ ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെന്നാണ് എലൻ ജി വൈറ്റിൻ്റെ ഇതേ പുസ്തകത്തിന് തന്നെ, പാട്രിയറ്റ്സ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ 493 പുറത്തിൽ അവർ പറയുന്ന ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് വായിച്ചു നോക്കുക. പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കുക. ചില സന്ദർഭങ്ങളിൽ ചില സങ്കീർത്തനങ്ങളിൽ വ്യാജ പ്രത്യാശയെ ശക്തിപ്പെടുത്താനും ഉപയോഗപ്പെട്ടേക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നതും ദൈവത്തെ പരീക്ഷിക്കുന്നതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അതുപോലെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി യോജിക്കാത്തത് ചെയ്യുവാൻ ധിക്കാരപൂർവ്വം ആവശ്യപ്പെടാനും അരുത്. അല്ലേ? അതിനൊരു സാധ്യതയുണ്ട്. ചില മനുഷ്യർ വൾണറബിളാണ്. അവർ ചില സാഹചര്യങ്ങളിൽ വഴങ്ങാൻ സാധ്യതയുള്ളവരാണ്, പിശാചിന് വഴങ്ങാൻ സാധ്യതയുള്ളവരാണ്. അവരോട് പിശാചി പറയുന്നത്, അന്ന് കർത്താവ് യേശുക്രിസ്തുവിനോട് പറഞ്ഞതുപോലെയാണ്, നീ അല്ലേ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചത്, എന്നാൽ പിന്നെ നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കോ, ഇതെല്ലാം നിൻ്റെതല്ലേ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ, ഞാനിതെല്ലാം നിനക്ക് തരാം, നീ എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ. ചില സങ്കീർത്തനക്കാരൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോൾ, എന്നാൽ പിന്നെ അങ്ങനെയാണോ എന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ചിന്തിക്കരുത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അല്ലാതെ അവനെ പരീക്ഷിച്ചറിയാനല്ല പറയുന്നത്. അതും നമുക്ക് വ്യാജ പ്രത്യാശ ഉണ്ടാക്കാനുള്ളൊരു കാരണമായേക്കാമെന്നും ലേഖകൻ ഇവിടെ ആശങ്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സഭയ്ക്കോ ഒരു ക്രിസ്ത്യാനിക്കോ ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് താലന്ത് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അല്ല, ധനം കൊണ്ടും മനുഷ്യരുടെ അനുഭവം കൊണ്ടും അല്ല. ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കുകയും ആത്മാർത്ഥമായി വേദനപ്പെടുന്ന വിശ്വാസം ദൈവത്തിൻ്റെ കരുത്തേറിയ കരങ്ങളിൽ മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോഴാണ് വൻ വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എലൻ ജി വൈറ്റ് പറയുന്നുണ്ട്. എന്താണ്? ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് എപ്പോഴാണ്? അവൻ ഭയങ്കരമായി പ്രസംഗിക്കാൻ കഴിവുള്ളവനാണ്, ദീർഘമായി പ്രാർത്ഥിക്കാൻ കഴിവുള്ളവനാണ്, മനോഹരമായി പാടാൻ കഴിവുള്ളവനാണ്,
അല്ലെങ്കിൽ സഭയെ ലീഡ് ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇതെല്ലാം ഓരോ താലന്തുകളാണ്, ടാലൻസ്, കഴിവുകളാണ്. അതിനെ ശരിയായ വിധത്തിൽ സഭയ്ക്ക് വേണ്ടി, വ്യക്തിക്ക് വേണ്ടി ഉപയോഗിക്കുക. ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ആത്മാർത്ഥമായി അവൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. ബിലീവ് ഹിം. അല്ലെ, കർത്താവ് യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട്, തന്നെ അനുഗമിച്ചതായ ജനതയോട് പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, ഒറ്റ സ്റ്റേറ്റ്മെൻ്റാണ്: വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ധൈര്യം നമുക്ക് പകർന്നു തരുന്ന മനോഹരമായ സങ്കീർത്തനങ്ങളിലൂടെയാണ് ഈ ദിവസത്തെ പാഠം, 4-ാമത്തെ പാഠം നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുന്നത്. പ്രിയ ജനമേ, ദൈവത്തിൻ്റെ കരുതൽ എത്ര വലുതാണ് നമ്മൾ അനുഭവിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നാം അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുക. പ്രാർത്ഥനയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആരാധനയോടെ സകലത്തിനെയും സൃഷ്ടിച്ചവനായ യഹോവയെ ആശ്രയിക്കുവാൻ ദൈവം നമുക്ക് കരുത്തും ധൈര്യവും വിശ്വാസവും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠപഠനം ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യദന്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പ്രാർത്ഥനയും നിങ്ങളുടെ ഇഷ്ടപ്പെടലുകളുമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പലരും വ്യക്തിപരമായും ഫോണിലൂടെയൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപാകതകൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മഹാപണ്ഡിതന്മാരായിരുന്നുകൊണ്ട് അല്ല ഞങ്ങൾ ഈ പഠനവുമായി പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരാൻ സകല ജനതയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ നിങ്ങൾ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനവും കൂടുതൽ കരുത്തോടുകൂടി ദൈവവേല ചെയ്യുവാനുള്ളതായ ഒരു മനസ്സും ശക്തിയും ആരോഗ്യവും ബലവും ഒക്കെയും നമുക്ക് നൽകും. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധിയുടെയും നാഥനായ ദൈവമേ, നല്ല ദിവസത്തിനായ സ്തോത്രം. അടിയങ്ങൾക്ക് അങ്ങയുടെ പ്രത്യാശ നിറഞ്ഞ സങ്കീർത്തനങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറപ്പും ബലവുമായി, അടിയങ്ങൾക്ക് സംഗീതവും കോട്ടയുമായി നീ നൽകിയിരിക്കൽ നന്ദിയുള്ള സ്തോത്രം. ദാവേ, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും നിന്നിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുവാനും നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുവാനും അടിയങ്ങൾ ഒരുക്കുമാറാകണമേ. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാനവുതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വാനമേഘങ്ങൾ എഴുന്നള്ളുമ്പോൾ ദാവേ, ഈ വചനം കേട്ടതായ അനേകർ ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അക്ഷയരായി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി ആനന്ദത്തോടുകൂടെ നിന്നെ സ്നേഹിക്കുവാൻ ഇടവരുത്തുമാറാകണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രനാഥ. ഈ യദന്റിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. സഭയെ അനുഗ്രഹിക്കുമാറാകണമേ. സഭയുടെ നേതൃത്വത്തെ അനുഗ്രഹിക്കുമാറാകണമേ. യദന്റിക്ക് വേണ്ടി സഹകരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങൾ നൽകുന്നു. എല്ലാ അധ്യാപകരെയും തിരുക്കരങ്ങൾ നൽകുന്നു. എല്ലാ വിശ്വാസ സമൂഹത്തെയും നൽകുന്നു. ലോകവ്യാപകമായി പിതാവേ അങ്ങയുടെ വേല ചെയ്യുന്ന എല്ലാ വേലക്കാരെയും ഓർക്കുന്നു. എല്ലാ വിശ്വാസ സമൂഹത്തെയും ഓർക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അടിയനെയും പൊടിയോളം താഴ്ത്തിരിക്കരങ്ങൾ നൽകുന്നു. ഇത്രയും നേരം നിൻ്റെ സന്നിധിയിൽ കരുത്തോടെ നിൽക്കുവാൻ, കരുത്തോടെ സംസാരിക്കുവാൻ നീ നൽകിയതായ ബലത്തിന് സ്തോത്രം. സർവ്വപാപങ്ങളും ക്ഷമിച്ച അടിയനെ കരുതിയതിനായ സ്തോത്രം. യാത്രയിലൂടെ നീളം കൂടിയിരിക്കുമാറാകണമേ ദൈവമേ. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.